കോട്ടയം മാങ്ങാനത്ത് ജനവാസ മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സ്കൂളും ആരാധനാലയങ്ങളുമുള്ള പ്രദേശത്ത് ദൂരപരിധി പാലിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനോടകം ശക്തമായ സമരങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മദ്യശാലകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നടന്നിട്ടുള്ള മണ്ണാണ് മാങ്ങാനത്തേത്. ഒരിക്കൽ കള്ള് ഷാപ്പുകൾ കൊണ്ടുവരാനുള്ള നീക്കം പോലും ഇവിടുത്തെ നാട്ടുകാർ ചെറുത്തു തോൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ നാട്ടുകാരുടെയെല്ലാം കണ്ണിൽ പൊടിയിട്ടാണ് ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ നീക്കം നടക്കുന്നത്. ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാർ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു LP സ്കൂളുണ്ട്. സ്കൂളിനോട് ചേർന്ന് നമ്മുടെ ഇങ്ങപ്പുറത്ത് ഈ സൈഡിൽ നിന്ന് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് SNDPയുടെ ഒരു ആരാധനാലയമുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആരാധനാലയങ്ങളും ഒരുപാട് സ്കൂളും ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മുടെ ഈ വഴി കൂടെ രാത്രികളിൽ വരെയും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ വരുന്നത് നമുക്ക് എന്തുകൊണ്ടും നമുക്കതൊരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളുകളും ആരാധനാലയങ്ങളുമുള്ള പ്രദേശത്ത് ദൂരപരിധി പോലും പാലിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. കേരള മദ്യവർജന പ്രസ്ഥാനം അത് തുടക്കം കുറിച്ചത് മാങ്ങാനത്താണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലാണ് മദ്യവർജനത്തിനുള്ള ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് തന്നെ. ആ നാട്ടിൽ ഇത്തരത്തിലൊരു ബിവറേജിന്റെ ഔട്ട്ലെറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു അവഹേളനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ അനുവദിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. പുതുപ്പള്ളി കോട്ടയം റൂട്ടിൽ മാങ്ങാനം ജംഗ്ഷനിലാണ് പുതിയ ഔട്ട്ലെറ്റ് തുറക്കാൻ നീക്കം നടക്കുന്നത്. ദൂരപരിധി നിയമം മറികടക്കാൻ ഗേറ്റ് പിൻവശത്തേക്ക് മാറ്റി മതിൽ കെട്ടിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകളുള്ള പ്രദേശമായതിനാൽ ഇതും നാട്ടുകാർക്ക് ദുരിതമാകും. അതുകൊണ്ട് തന്നെ പദ്ധതിക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമരവുമായി രംഗത്തുണ്ട്. വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് മാങ്ങാനം. അവിടെ ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് കൂടി വന്നാൽ ഉണ്ടാകാവുന്ന ഗതാഗതക്കുരുക്കും മറ്റും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിഷേധം മാനിച്ച് ഔട്ട്ലെറ്റ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നാരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.